ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം. ഹിമവാൻ, വിന്ധ്യൻ, ഏറ്റവും വലുതായ മഹാമേരു എന്നിവ നീരാഴിയിലേക്ക് ഇറങ്ങുന്ന ആനകളെപ്പോലെ ശോഭിച്ചു. ക്രമത്തിൽ ഞങ്ങൾക്ക് കടുത്ത ക്ഷീണം തുടങ്ങി. വിശപ്പും ഭയവും തിങ്ങി. ചെറിയ ചെറിയ മയക്കം, അതിനിടയ്ക്ക് ഘോരമായ മൂർച്ച എന്നിവയുണ്ടായി. അഗ്നി, യമ, വരുണ ദിക്കുകൾ വേർതിരിച്ച് മനസ്സിലാകാതെയായി. മുന്നിൽ കാണുന്ന ലോകം കൽപ്പാന്താഗ്നിയിൽ വെന്തതുപോലെയായി. തീരെ കാഴ്ച മങ്ങി. ഹൃദയം പാഴായി തീർന്നു. വളരെ വിഷമത്തോടെ മനസ്സ് കൊണ്ടുവന്ന് കണ്ണിൽ വെച്ചു നോക്കി. ഭൂമിയെപ്പോലെ തന്നെ വലുതാണ് ഭാസ്കരദേവനെന്ന് ഞങ്ങൾക്ക് തോന്നി. ജടായു ഒന്നും പറയാതെ താഴത്തേക്ക് പറന്നു തുടങ്ങി. അതുകൊണ്ട് ഞാനും വാനിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. എൻ്റെ ചിറക് കൊണ്ട് അനുജനെ മറച്ചു. അവൻ്റെ ദേഹം പൊള്ളിയില്ല. ഞാനാകട്ടെ പ്രമാദത്താൽ ദേഹം വെന്ത് ചിറകു കരിഞ്ഞ് ആകാശത്തിൽ നിന്ന് ഉടൻ വീണു. ജടായു ജനസ്ഥാനത്താണ് വീണതെന്ന് എനിക്ക് തോന്നി. ചിറകറ്റ ഞാൻ ബോധമില്ലാതെ പതിച്ചത് വിന്ധ്യാചലത്തിലായി. ഭഗവാനെ, രാജ്യം, ഭ്രാതാവ്, ചിറക്, വീര്യം എല്ലാം പോയ എനിക്ക് സർവദാ യോഗ്യമായതിനി മരണം മാത്രമാണ്. ഈ ഗിരിശിഖരത്തിൽ നിന്ന് ഞാൻ കീഴ്പോട്ട് പതിക്കും. ഇങ്ങനെ ഏറ്റവും ദുഃഖിതനായി വിലപിച്ച് പറഞ്ഞപ്പോൾ ഭഗവാൻ അല്പനേരം കണ്ണടച്ച് ധ്യാനിച്ചിരുന്നു. തുടർന്ന് എന്നോട് അരുളി ചെയ്തു, സാമ്പാതി, നിനക്ക് പക്ഷങ്ങളും തൂവലുകളും വീണ്ടും ഉണ്ടാകും. ബലവും വീര്യവും ലോചനങ്ങളും പൂർവാധികം ശക്തിപ്പെടും. ഭാവിയിൽ സംഭവിക്കുന്ന ചില മഹാകാര്യങ്ങൾ പുരാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ തപശക്തിയാൽ വ്യക്തമായി കാണുകയും സിദ്ധന്മാർ പറഞ്ഞു കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ദശരഥൻ എന്നു പേരായ ഒരു മഹാരാജാവ് ഇക്ഷ്വാകു വംശത്തിൽ ഉണ്ടാകും. അത്യുജ്വല തേജസ്വി എന്നൊരു സീമന്തപുത്രൻ ദശരഥന് ജനിക്കും. രാമൻ എന്ന അനശ്വര കീർത്തി 3 ലോകത്തിലും പരത്തുന്ന തനയൻ സത്യവിക്രമിയാകും. പിതൃവാക്യപ്രകാരം ആ ധർമ്മസ്വരൂപി അനുജൻ ലക്ഷ്മണനോടും പത്നി സീതാദേവിയോടും കൂടി കാനനത്തിലേക്ക് പോകും. ശ്രീരാമചന്ദ്രൻ്റെ സഹധർമ്മിണിയെ രാവണൻ എന്നൊരസുരൻ അപഹരിക്കും. ദേവാസുരന്മാർ ഒന്നിച്ചാലും ജനസ്ഥാനത്ത് വെച്ച് ആ രാക്ഷസേശ്വരനെ നിഗ്രഹിക്കുവാൻ സാധിക്കുന്നതല്ല. രാവണാപഹൃതയായി ലങ്കാരാജ്യത്തിലെത്തിയ ദേവിക്ക് സുഖവസ്തുക്കളും സ്വാദിഷ്ടങ്ങളായ അന്നപാനങ്ങളും കൊണ്ട് പ്രലോഭിപ്പിച്ച് നോക്കും. എന്നാൽ എത്രമാത്രം എന്തുതന്നെ നൽകിയാലും ധന്യധന്യയായ മൈഥിലി യാതൊന്നും തൊടുന്നതല്ല. ആ സന്ദർഭത്തിൽ ദിവ്യഭോജ്യ വസ്തുക്കളെ ദേവന്മാർക്ക് പോലും സുദുർലഭമാണവ. ദേവേന്ദ്രൻ തന്നെ വൈദേഹിക്ക് നൽകും. സുധാതുല്യമായ ആ അന്നം ഇന്ദ്രദത്തമാണെന്ന് മനസ്സിലാക്കിയ സീതാദേവി ആദ്യം അത് ഉരുട്ടി ശ്രീരാമദേവനായി മഞ്ഞിടത്തിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും. ലക്ഷ്മണാന്യുതനായ ഭർത്താവ് മഹാപ്രഭുവായ ശ്രീരാമചന്ദ്രസ്വാമി ജീവിക്കുന്നുണ്ടെങ്കിലും സ്വർഗം പോകി ദേവനായിട്ടുണ്ടെങ്കിലും ഇത് അവർക്കാണ്. ജാനകീദേവിയെ അന്വേഷിച്ചുകൊണ്ട് ശ്രീരാമദൂതന്മാരായ വാനരവീരന്മാർ ഇവിടെയെത്തും. അവർക്ക് രാമപത്നി വൃത്താന്തമെല്ലാം നീ പറഞ്ഞു കൊടുക്കണം. എന്തുതന്നെ ആയാലും നീ ഇവിടെ നിന്ന് പോകരുത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീ എവിടേക്കാണ് പോവുക? ദേശകാലങ്ങൾ കാത്തുകൊണ്ടിരിക്കൂ. നിനക്ക് ചിറകുകൾ ഉണ്ടായി വരും. ഇപ്പോൾ തന്നെ നിനക്ക് ചിറക് ഉണ്ടാക്കുവാൻ എനിക്ക് സാധിക്കുമെങ്കിലും ഞാൻ അതിനെ ഉത്സാഹിക്കുന്നില്ല. നീ ഇവിടെ തന്നെ വസിക്കുകയാണെങ്കിൽ പാരിന് ഹിതങ്ങളായ കാര്യങ്ങൾ പലതും ചെയ്യും. ആ രാജപുത്രന്മാർക്ക് വേണ്ടി ചിലത് നീയും ചെയ്യേണ്ടതുണ്ട്. ബ്രാഹ്മണർ, ഋഷിമാർ, ദേവന്മാർ എന്നിവർക്കും ദേവേന്ദ്രന് കൂടിയും ഉപകാരപ്രദമാകും ആ കാര്യങ്ങൾ. സാമ്പാതി, ശ്രീരാമലക്ഷ്മണന്മാരെ കാണുവാൻ എനിക്കും അത്യാഗ്രഹമുണ്ട്. എന്നാൽ അത്രയും കാലം ഈ ഭൂതലത്തിൽ വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഉടൽ ഉപേക്ഷിക്കുകയായി. ഭാവി മുഴുവൻ ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ കണ്ടുകഴിഞ്ഞ മാമുനി വിരമിച്ചു. അല്പമൊരു ആശ്വാസത്തോടെ സാമ്പാതി തുടർന്നു. ദേവവൃത്താന്തങ്ങൾ ഇത്രയും വ്യക്തമാക്കി തന്ന ഭഗവാൻ നിശാകരൻ യാത്ര പറഞ്ഞ് ആശ്രമത്തിനകം പൂകി. ഞാനാകട്ടെ അവിടെ നിന്ന് പതുക്കെ പതുക്കെ ഇഴഞ്ഞിഴഞ്ഞ് വിദ്യാദ്രി മുകളിൽ കയറി നിങ്ങളുടെ വരവിനെയും കാത്തുകൊണ്ടിരിക്കുകയാണ്. അനേകം നൂറ്റാണ്ടുകൾ പിന്നിട്ടു കഴിഞ്ഞു. ദേശകാലങ്ങൾ പ്രതീക്ഷിച്ച് ഞാനിരുന്നു. മാമുനിയുടെ അരുളപ്പാട് അസത്യം ആകുന്നതല്ലോ. നിശാകര യതീന്ദ്രൻ മഹാസമാധി അടഞ്ഞു. അതിനുശേഷം അത്യധികം അഴലോടെ അനേകവിധം ചിന്തകളോടെ ഞാൻ ജീവിക്കുന്നു എന്നു മാത്രം. പല പ്രാവശ്യം മരിക്കുവാൻ തോന്നി. എന്നാൽ മുനീന്ദ്രവചനം ഓർമ്മ വന്നതിനാൽ പ്രാണസംരക്ഷണത്തിന് ആശയും ഉണ്ടായി. അവിടുന്ന് അരുളിയവ എൻ്റെ ദുഃഖത്തെ വെളിച്ചം ഇരുട്ടിനെ പോലെ ഇല്ലാതാക്കി.
ദുരാത്മാവായ രാവണന്റെ ശക്തി എനിക്കും അറിയാം. എങ്കിലും ഞാൻ അന്ന് മകനെ നീ സീതയെ രക്ഷിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ച് വളരെ കയർത്ത് സംസാരിച്ചു. സീതാവിലാപം, ശ്രീരാമലക്ഷ്മണന്മാർക്ക് സംഭവിച്ച വൈദേഹി വിയോഗം എന്നിവ കേട്ട എനിക്ക് ദശരഥ സ്നേഹത്താൽ മകനിൽ അപ്രിയം തന്നെ തോന്നി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.